ഹായ് സുഹൃത്തുക്കളെ, കെമിസ്ട്രി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. NBT കെമിസ്ട്രി ജൂനിയർ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതായത് സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള കെമിസ്ട്രി അധ്യാപകരുടെ പേരാണ് നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി എന്നുള്ളത്. അപ്പോൾ അതിന്റെ ജൂനിയർ പോസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC ഈ നവംബർ മാസത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് PSCയുടെ റീസെന്റ് ആയിട്ട് നടന്ന യോഗ തീരുമാനങ്ങളിലെടുത്ത ഒരു ഡിസിഷനാണ് ഈ പറഞ്ഞ NBT കെമിസ്ട്രിയുടെ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ പോസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം HSST കെമിസ്ട്രി ജൂനിയറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇനി വരാനിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അതേ ക്വാളിഫിക്കേഷൻസും അതേ സിലബസും തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ഡബിൾ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ പോസ്റ്റ് ആണ്, സീനിയർ അല്ല. ജൂനിയർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറെ അധികം വേക്കൻസികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നവംബർ 28 ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ആവും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആവും. അതിനുശേഷം ഡിസംബർ വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അപ്പൊ നിലവിൽ HSST പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതോട് ചേർത്ത് കമ്പൈൻഡ് ആയിട്ട് പഠിക്കാം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ, അതായത് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ കരുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും NBTയുടെ നോട്ടിഫിക്കേഷൻ ഇതാ വരുന്നു. അപ്പൊ നിങ്ങൾ പഠനം ആരംഭിക്കേണ്ട സമയമായി. I+ ലൈവ് ഉൾപ്പെടെയുള്ള ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ NBTക്കും HSSTക്കും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും അതിലേക്ക് അഡ്മിഷൻ എടുക്കാം. NBT കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടും HST കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുമുള്ള ആ ബാച്ചിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ തൊട്ടു മുന്നേ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അത് 2027 ഫെബ്രുവരി വരെ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ പരീക്ഷ 2026 പകുതിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ. റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് 2027 ആവും. അപ്പോഴേക്കും പഴയ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്യാവശ്യം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള HSST കെമിസ്ട്രിന്നും ഒക്കെ ഒരുപാട് വേക്കൻസികൾ ഈ അടുത്തിടയ്ക്ക് നികത്തപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം വേക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ NEPയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്രൈറ്റീരിയകളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക. എന്താണ് യോഗ്യത? PG B.Ed സെറ്റ്, അതായത് കെമിസ്ട്രിയിൽ PG വേണം, B.Ed ഉണ്ടാവണം, സെറ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ B.Ed M.Ed ഉണ്ടെങ്കിൽ അത് അത്തരം എക്സംഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വ്യക്തമായിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം. എന്താണെങ്കിലും ഒരു ബേസിക് ക്രൈറ്റീരിയ ഇത് മൂന്നുമാണെന്ന് മനസ്സിലാക്കുക. NBT + HSST ഒരു ഗോൾഡൻ ചാൻസ് ആണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് മിസ്സാക്കരുത്. കൃത്യമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. I+ നിങ്ങൾക്കൊപ്പം ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളും നോട്ടുകളും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരെ നയിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഉയർന്ന റാങ്കുകൾ നേടിയിട്ടുള്ള ലിസ്റ്റുകളിലുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ, ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പുതിയ പരീക്ഷയുടെ പാറ്റേണിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക്, അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ടെസ്റ്റ് സീരീസും മൊഡ്യൂൾ വൈസ് ടെസ്റ്റും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും ഒക്കെ അതിനകത്തുണ്ടാവും. PYQ ബേസ്ഡ് സെഷൻസ് ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും. ഒരുപാട് പ്രീവിയസ് റാങ്ക് വിന്നേഴ്സ് I+ന്റെ ഉൾപ്പെടെ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഇതേ ചാനലിൽ തന്നെ പല ടെസ്റ്റിമോണിയൽസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.